അതുകൊണ്ട് മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എന്ന് പറയുന്ന ഒരൊറ്റ ശക്തി, നമ്മുടെ കഴിവുകൾ അവസാനിക്കുന്ന ഒരു സ്ഥലത്ത് എവിടെ വെച്ചാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ കഴിവുകൾ അങ്ങോട്ട് അവസാനിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് വിളിക്കാവുന്ന അവലംബിക്കാവുന്ന പവറുള്ള ഒരൊറ്റ ശക്തിയേ ഉള്ളൂ. അവിടെ മലക്കുമില്ല, ജിന്നുമില്ല, അമ്പിയാക്കളുമില്ല, ഔലിയാക്കളുമില്ല, ആരുമില്ല, അള്ളാഹു മാത്രം. അതാണ് വളരെ കൃത്യമായി ഇസ്ലാമിന്റെ വിശ്വാസം. ആ വിശ്വാസത്തിലൂടെയാണ് മുസ്ലിം പോകുന്നത്. ജിന്നിനോടുള്ള സഹായത ശിർക്കാണ്, ശിർക്കല്ലേ യഥാർത്ഥത്തിൽ? ഒരു സംശയമില്ല, ശിർക്കാണ്. യാതൊരു സംശയമില്ല, ശിർക്കാണ്. നിങ്ങൾ ലോകത്ത് ആരെങ്കിലും അത് ശിർക്കല്ല എന്ന് ഇവര് ആരോപിക്കുന്ന ആളുകൾ എഴുത്തുമൂലമോ വാക്കുമൂലമോ പറഞ്ഞ ഏതെങ്കിലും ഒരു തെളിവ് കൊണ്ടുവരാൻ അവർക്ക് കഴിയുമെങ്കിൽ അവർ കൊണ്ടുവരും. ഇതെന്നാ നമ്മുടെ 10 പണ്ഡിതന്മാർ 2001 അത്ഭുതപ്പെട്ടു പോയി. കെ മൗലവിന്റെ അതേ ആദർശത്തിൽ നമ്മൾ ഇപ്പോൾ ഉള്ളത്. 2011 ജൂൺ 21 10 പണ്ഡിതന്മാര്. ആരൊക്കെയാണ്? സി കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ, പി എൻ അബ്ദുൽ ലത്തീഫ് മദനി, എം അബ്ദുറഹിമാൻ സലഫി, കെ കെ സക്കരിയ സലാഹി, അബൂബക്കർ സലഫി, ഹനീഫ് കായക്കൊടി, ഷമീർ മദീനി, ഷംസുദ്ദീൻ പാലത്ത്, ഹംസ മദീനി, അഹമ്മദ് അനസ് മൗലവി. ഇവര് 10 ആൾ ഒപ്പിട്ട് നമ്മളെ ഏൽപ്പിച്ചൊരു കാര്യം. ഇത് 5/10/2011 എടവണ്ണയിൽ ചേർന്ന സംയുക്ത കൗൺസിലിൽ വെച്ച് ഈ തീരുമാനത്തെ പറ്റി അബ്ദുറഹിമാൻ സലഫി പറഞ്ഞു, ജംഇയ്യത്തിന്റെ തീരുമാനത്തിന് ഒരു ഹർഫ് പോലും ഇതിനെതിരില്ല. കെ ജെന്റെ പണ്ഡിതന്മാരെ വേദിയിലിരുത്തിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അതോടുകൂടി നമുക്ക് വായിക്കാം. വിജനപ്രദേശത്തോ സ്വജനപ്രദേശത്തോ ജിന്നിനോട് സഹായം തേടാൻ പാടില്ല. അത് ശിർക്കാണ്, ശിർക്കാണ്, ശിർക്കാണ്. ഈ കാര്യത്തിൽ തർക്കമില്ല. കേരള യദ്വത്തുൽ മുജാഹിദീൻ അതിന്റെ പണ്ഡിത സംഘടന കൃത്യമായി കൂടുകയും എന്നിട്ട് അത് ശിർക്കാകുന്നു എന്ന് പറയുകയും ആ കാര്യം സമൂഹത്തെ അറിയിക്കുകയും ഇബ്നുബാസിന്റെ ഫത്വയടക്കം ജനങ്ങളെ അറിയിച്ചു കൊടുക്കുകയും ചെയ്തു. ഞങ്ങളതിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. വിളിച്ചു കയറിയാൽ ഉത്തരം കിട്ടൂല, കാരണം ജിന്നുകൾക്ക് എനിക്ക് കഴിവ് കൊടുത്തിട്ടില്ല. പക്ഷെ അവരെ കഴിവിൽപ്പെട്ട കാര്യത്തിൽ തന്നെ സഹായം ചോദിക്കാൻ പറ്റുമോ എന്ന് ചില ആളുകൾ ചോദിച്ചല്ലോ. മലക്കുകൾക്ക് അതിനൊന്നും കഴിയില്ല. കാരണം മലക്കുകൾക്ക് അള്ളാഹു നിശ്ചയിച്ച റൂട്ട് ഒരു യന്ത്രത്തെ പോലെ അള്ളാഹ് എന്തേ കൽപ്പിച്ചു അതങ്ങനെ ചെയ്യാനേ കഴിയുള്ളൂ. അവർക്ക് ഇഖ്തിയാറില്ല, സ്വാഭിപ്രായം അനുസരിച്ച് ചെയ്യാനും ചെയ്യാതിരിക്കാൻ കഴിയില്ല. ജിന്നുകൾ അങ്ങനെയല്ല, മനുഷ്യരെ പോലെ തന്നെ ഒരു കാര്യം ചെയ്യാനും ചെയ്യാതിരിക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. പക്ഷെ അവരോട് നമുക്കിപ്പോൾ ഒരാൾ ചോദിക്കാണ്, ഡോക്ടറോട് സഹായം ചോദിക്കുന്ന പോലെ ഇവിടെയൊക്കെ മുസ്ലിം ജിന്നുകൾ ഉണ്ടാവുമല്ലോ, ഓരോട് നമുക്ക് സഹായം ചോദിക്കാൻ പറ്റുമോ? സഹായം ചോദിക്കാൻ അവരെ നമുക്ക് കീഴ്പ്പെടുത്തി തരികയും അവരെ നമുക്ക് സഹായികളായി നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ സഹായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ല. അത് സുഹൃത്തുക്കളെ അതിനെപ്പറ്റിയാണ് ഇവിടെ പറഞ്ഞത്. അതേസമയം മനുഷ്യ കഴിവിന് അപ്പുറത്തുള്ള കാര്യങ്ങൾ ആരോട് ചോദിച്ചാലും അത് പ്രാർത്ഥനയാണ്. അത് ജിന്നിനോട് ചോദിച്ചാലും മലക്കിനോട് ചോദിച്ചാലും ആരോട് ചോദിച്ചാലും അത് പ്രാർത്ഥനയാണ്. സത്യനിഷേധികൾക്ക് ശൈത്താന്മാരെ സഹായികളാക്കി എന്ന് പറയല്ലാതെ സത്യവിശ്വാസികൾക്ക് മുസ്ലിം ജിന്നുകളെ സഹായത്തിന് കിട്ടുമെന്ന് ഖുർആനിലും ഹദീസിലും എവിടെയും പറഞ്ഞിട്ടില്ല. വിശിഷ്യ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ കഴിയാത്ത മലക്കാകട്ടെ ജിന്നാകട്ടെ ആ ശക്തികളോട് യാതൊരു നിലക്കുള്ള പ്രാർത്ഥനയും പാടില്ല, സഹായതട്ടം പാടില്ല. പ്രാർത്ഥനയുള്ള സഹായം തേട്ടം പാടില്ല, പ്രാർത്ഥനയില്ലാത്ത സഹായം തേട്ടം പാടില്ല. ഭൗതികമായതും പാടില്ല, അഭൗതികമായതും പാടില്ല. അത് എവിടെ ബുദ്ധിമുട്ടിയാലും പാടില്ല. സ്വരത്തിൽ നിന്ന് താഴേക്ക് വിടുകയാണെങ്കിലും ഒരിക്കലും തന്നെ ജിന്നെ കാക്കണേ എന്ന് വിളിച്ചാൽ, മുഹ്യദ്ദീൻ ശൈഖെ കാക്കണേ എന്ന് വിളിച്ചാൽ അത് ശിർക്കാണ്, കുഫ്റാണ്. മലക്കെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാണ്, കുഫ്റാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയത്തിനും ഇവിടെ അവകാശം. സലഫി പ്രസ്ഥാനം വെച്ചു പുലർത്തുന്ന ലൈനിന്റെ അപ്പുറത്ത് ഒരു ലൈനും നമുക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂട്ടത്തിൽ ജിന്നിനോട് തേടുന്നവരും മലക്കിനോട് പ്രാർത്ഥിക്കുന്നതൊന്നുമില്ല. ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കാണി എന്ന കേരള ജംഇയ്യത്തുൽ ഉലമ വെച്ചു പുലർത്തിയ നിലപാടിന്റെ അപ്പുറത്ത് നമുക്ക് വേറെ നിലപാടുകളില്ല. ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കാണി എന്ന കേരള ജംഇയ്യത്തുൽ ഉലമ വെച്ചു പുലർത്തിയ നിലപാടിന്റെ അപ്പുറത്ത് നമുക്ക് വേറെ നിലപാടുകളില്ല. ആ ജാതി ചളിക്ക് കഴിയിടാൻ എന്റെ കുട്ടികൾ പോണ്ട.